2025 ഈസ്റ്ററിലേക്ക് നാം അടുത്തു വരുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം അത് ലോകം മുഴുവൻ ജാതി മത വംശ വർഗ ഭേദമന്യേ അനേക നാളുകളായി ആഘോഷിച്ചു വരുന്നു. അതിനെ വിളിക്കുന്ന സംജ്ഞയാണല്ലോ ഈസ്റ്റർ. യഥാർത്ഥത്തിൽ ഈസ്റ്റർ എന്നത് ഒരു റോമൻ സെക്കുലർ വേർഡാണ്. സ്പ്രിംഗ് ദേവതയുടെ പേരാണ് ഈസ്റ്റർ ദേവത. സ്പ്രിങ്ങിലാണ് ഈ പെരുന്നാൾ കാലം ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് ക്രിസ്തുവിന്റെ പുനരുത്ഥാന പെരുന്നാൾ എന്നുള്ളത് പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യം ക്രൈസ്തവികമായി മാറിയതിനു ശേഷം ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും ഈസ്റ്റർ ദേവതയുടെ അഥവാ വസന്തകാല പെരുന്നാളും ഒന്നിച്ച് ആകുവാനും തുടർന്ന് ഈസ്റ്റർ എന്ന പദം വരുവാനും ഇടയായി. പുനരുത്ഥാനം എന്നാൽ റിസറക്ഷൻ എന്നാൽ ഇല്ലാതെ ആയ ഒരിടത്തു നിന്നുള്ള ഒരു ഉയർത്ത് എഴുന്നേൽക്കൽ. ഉയർത്ത് പാട്ടുകൾ അറിയാം, ഉയർത്ത് എന്ന ആശയം അറിയാം. എന്നാൽ മരണത്തെ ജയിച്ച് ജീവനിലേക്ക് എല്ലാം പ്രവേശിക്കുന്നു എന്നുള്ള ആ ഒരു ആശയം, അതാണ് യഥാർത്ഥത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. വെള്ളിയാഴ്ച കൊല്ലപ്പെട്ടാൽ ഞായറാഴ്ച ഉയിർത്തെഴുന്നേൽക്കും എന്ന് നാം നമ്മുടെ സാഹിത്യ ലോകത്ത് ഒക്കെ പറയാറുണ്ട്. വെള്ളിയാഴ്ച മരണമാണ് എങ്കിൽ ഞായറാഴ്ച ഉയിർപ്പാണ്. മരണത്തെ അതിജീവിക്കുന്ന അതിജീവന ശക്തി എന്നോ അതിജീവന കല എന്നോ ഒക്കെ ഈ പുനരുത്ഥാന പെരുന്നാളിനെ വിളിക്കാൻ ഒക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അതിൻ്റെ വേദശാസ്ത്രവും ഒക്കെ പറഞ്ഞാൽ ദൈവം മനുഷ്യനായി, മനുഷ്യൻ ധാർമ്മികതയ്ക്ക് വേണ്ടി നിന്നു, അദ്ദേഹം കൊല്ലപ്പെട്ട് അടക്കപ്പെട്ടതിന് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതൊക്കെയാണ് അതിൻ്റെ സൈദ്ധാന്തിക ഭാവങ്ങൾ മതപരമായിട്ട് നോക്കിയാൽ. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി അത് നൽകുന്ന ഒരു സന്ദേശം ഒന്നിനെയും പ്രത്യേകിച്ച് നന്മയെ കുഴിച്ചു മൂടി ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. അത് ഉയിർത്തെഴുന്നേൽക്കും ശക്തിയോടെ എന്നുള്ളതാണ്. ഈസ്റ്റർ ആഘോഷങ്ങൾ സഭകളുടെ ചരിത്രത്തിൽ അത് നോമ്പും ഈസ്റ്റർ പെരുന്നാളും എന്ന് വരുന്നു. വലിയ നോമ്പ് എന്ന് വിളിക്കുന്ന 40 ദിവസത്തെ നോമ്പും അതിനോട് ചേർന്ന് കർത്താവിന്റെ പീഡാനുഭവ വാരവും കഴിഞ്ഞാണ് ആ ദുഃഖവെള്ളിയാഴ്ചയും അറിയിപ്പ് ശനിയാഴ്ചയും പുനരുത്ഥാന പെരുന്നാളായ ഈസ്റ്ററും വരുന്നത്. നമ്മൾ എപ്പോഴും പറയും, there is no feast without fast. ഒരു ഉപവാസ ദിനങ്ങൾ, നോമ്പ് ദിനങ്ങൾ ഇല്ലാതെ ഒരു പെരുന്നാൾ ദിനമില്ല. ഈസ്റ്റർ അത് നേരത്തെ കണക്കാക്കുകയും ഇന്ന ദിവസമാണ് ഈസ്റ്റർ എന്ന് പറയുവാൻ സാധിക്കും. അതെങ്ങനെ കണക്കാക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മാർച്ച് 21 വസന്തരാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നു. ഏറ്റവും ലോങ്സ്റ്റ് ഡേ, ഏറ്റവും പ്രകാശമുള്ള ദിവസങ്ങളാണ്. ആ മാർച്ച് 21 ശേഷം വരുന്ന ഫുൾ മൂൺ, സൂര്യനും ചന്ദ്രനും ഒക്കെ ചേർന്നുള്ള ഒരു സംവിധാനത്തെയാണ് അവിടെ കാണിക്കുന്നത്. So Easter means the first Sunday after the full moon in the summer or spring equinox. അഥവാ മാർച്ച് 21 ശേഷമുള്ള ഞായറാഴ്ച. മാർച്ച് 21 കഴിഞ്ഞ് 22 പൂർണ്ണചന്ദ്രനും ഞായറും കൂടിയാണെങ്കിൽ മാർച്ച് 22 ഈസ്റ്റർ വരും. ഈ വർഷം അത് വരുന്നത് ഏപ്രിൽ 20 കാരണം മാർച്ച് 21 കഴിയണം, അത് കഴിഞ്ഞുള്ള പൂർണ്ണചന്ദ്രൻ കഴിയണം, അത് കഴിഞ്ഞ് ഞായറാഴ്ചയാകണം. അത് മാർച്ച് 22 മുതൽ ഏപ്രിൽ 25 വരെയുള്ള ആ ഒരു ചന്ദ്രമാസ കാലയളവിൽ എന്ന് വേണമെങ്കിലും ഈസ്റ്റർ വരാം. അത് നേരത്തെ കണക്ക് കൂട്ടുക സാധ്യമാണ്. അപ്പോൾ അവിടെയും കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ പൂർണ്ണ ഉദയത്തിന്റെ ദിവസം, പകൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഒപ്പം പൂർണ്ണചന്ദ്രൻ നിറഞ്ഞു നിൽക്കുന്ന രാത്രിയും ചേരുന്ന ഒരു ഞായറാഴ്ച, അതായിരിക്കും ഈസ്റ്റർ ഞായർ. നമുക്ക് തിന്മയെ എവിടെ നമുക്ക് പടപൊരുതണം, വെളിച്ചം, നന്മ, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ ലോകചരിത്രത്തിൽ എക്കാലത്തും ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ മുച്ചൂട് മുടിച്ചു കളഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ശക്തികൾ, അധികാര കേന്ദ്രങ്ങൾ, ഏകഛത്രാധിപതികൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് സത്യം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു വലിയ ദൗത്യം. ഇന്ന് ഒരുപക്ഷെ ക്രിസ്തുവിനെ അന്ന് കൊന്നവരൊക്കെ അറിയപ്പെടുന്നത് ക്രിസ്തു ഘാതകർ എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ 2000 വർഷം മുമ്പത്തെ പീലാത്തോസിനെയോ അല്ലെങ്കിൽ ഹെറോദോസിനെയോ
റോമൻ അധികാരികളെയൊക്കെ ആരാ ഓർത്തിരിക്കുന്നത്? അവരെ അറിയുന്നത് പോലും അവർ ആരെ കൊന്നുവോ, എന്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചുവോ, അതിൽ നിന്ന് അത് ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു സന്ദേശം എന്ന വിധത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ദൈവം എന്നാൽ കൊല്ലുന്നവനല്ല, കൊല്ലപ്പെടുന്നവനാണ്. ക്രിസ്തു തന്നെ പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. അത് നിലത്ത് വീണ് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ സമൂഹം ഒന്നിച്ച് ഉദിച്ച് ഉയരും എന്നുള്ള ഒരു വലിയ ആശയം. അതുകൊണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് അടിക്കാൻ എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയും. നെഗറ്റീവ് അടിക്കാനാണെങ്കിൽ, ഡിപ്രസ്ഡ് ആകുവാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ആഗോള പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധക്കെടുതികൾ, ഒരുപക്ഷെ ഇപ്പോൾ തൽക്കാലം നമുക്ക് വലിയൊരു പാൻഡമിക് എന്ന് പറയാനുള്ള കൊറോണ പോലെയുള്ള ഒരു കാലഘട്ടം തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയാണ്. എന്നിരുന്നാൽ പോലും അതിനേക്കാൾ ശക്തമായ അനേകം കാര്യങ്ങൾ സമൂഹത്തിൽ കാണുന്നു. കേരള ജനത ഇപ്പോൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കേരളത്തെ എല്ലാം അത് കാണുന്നു, ലോകമെമ്പാടും ഇപ്പോൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ യൗവനം, യുവത്വം, അതിൽ നിന്ന് പ്രായമുള്ളവരും ഒക്കെ പല വിധത്തിലുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം. അത് മതപരമായ ലഹരിയുണ്ട്, രാഷ്ട്രീയ ലഹരിയുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് രാസലഹരികളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും അതിൽ നിന്ന് വല്ലാത്തൊരു സാംസ്കാരിക പൈതൃകത്തിലേക്ക്, കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിയുന്നത്. നമുക്ക് നമ്മുടെ മനോമുഖരത്തിൽ ഒരു തരത്തിലും ചിന്തിക്കാൻ ആകാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അതിലാണ് നാം എത്തി നിൽക്കുന്നത്. ഒപ്പം തന്നെ കരുണയില്ലായ്മയുടെ തലങ്ങൾ മറ്റൊരിടത്ത് കാണുന്നു. ഈ കോവിഡ് കാലത്തൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ അമ്മമാർ, ആശാ അമ്മമാർ എന്ന് വിളിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരു നീതിക്ക് വേണ്ടി ഒരു സമരം നടത്തുന്ന കാലമാണ്. ഞങ്ങൾക്കൊന്നും വ്യക്തിപരമായിട്ട് അതിനെ അനുകൂലിക്കുവാനോ പ്രതികൂലിക്കാനോ ഒന്നും കഴിയുന്നില്ല. കാരണം എന്ത് ചെയ്താലും അതുടനെ അത് അദ്ദേഹം ഇന്ന രാഷ്ട്രീയ ചൈരിയിലായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് നമ്മളെ ബ്രാൻഡ് ചെയ്യും, ചാപ്പ കുത്തും. എന്നാൽ അവർക്കൊക്കെ ഒരു അല്പം കരുണ അവർക്ക് കൊടുക്കുവാൻ, അവരോട് ചേർന്ന് ഒന്ന് നിൽക്കുവാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ഇതിനൊന്നും നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു സന്ദർഭമായിട്ട് കാണുന്നു. പുനരുത്ഥാന പെരുന്നാൾ എന്നാൽ അസത്യത്തിനുമേൽ സത്യം ഉയർന്ന് ഉദിച്ച് നിൽക്കുന്ന, അവനിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യാശയോടെ, പ്രകാശത്തോടെ ഭാവിയെ നോക്കിക്കാണുവാനും നമുക്ക് സാധിക്കുന്ന നന്മ, ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമെങ്കിലും ഈ ലോകത്തിന് കൊടുക്കുവാനും, ആരെയെങ്കിലും നമുക്കൊന്ന് കൈപിടിച്ച് താങ്ങുവാനുണ്ടെങ്കിൽ, ക്രിസ്തു തന്നെ പറയുന്ന വാക്കാണ്, ഈ പാവപ്പെട്ട ഒരുവന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ അതും നിന്റെ പേരിൽ എണ്ണപ്പെടും എന്ന് പറയുന്ന ആ ഒരു ചിന്തയിൽ പെരുന്നാൾ ആഘോഷിക്കുവാൻ ഇടയാകട്ടെ. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.